ഗൈസ് ബിയർ പുഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു 2 സ്ക്വാഡിന്റെ നടുക്കിൽ സോളോ പീസ് ആയിട്ട് പോയി പെടുന്നത്. അവിടുന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ക്ലോക്ക് ടവറിന് ലൂട്ടൊക്കെ സെറ്റ് ആക്കിയിട്ട് പീക്കിലോട്ട് കയറുമ്പോഴാണ് എനിമീസ് ഫൈറ്റ് എടുക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. കേട്ടോണ്ടിരിക്കുമ്പോഴാണ് ഒരു സ്പൈഡർമാൻ നമ്മൾ മുന്നിൽ ചാടുന്ന അവനൊരു വൺ ടാപ്പ് കൊടുത്ത് അവിടെ കടത്തി. കയറി വരുമ്പോൾ തന്നെ ഒരു എനിമിയും കൂടെ ഓടുന്നുണ്ടായിരുന്നു. അവനെ കൂടെ അടിക്കാൻ നോക്കുമ്പോഴാണ് എനിക്ക് ചുറ്റിലും അടി കിട്ടുന്നത്. എനിമീസ് ആണെങ്കിൽ ഐറിസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ടീം മെച്ച് ആണെങ്കിൽ ഇവിടെ ഇല്ല, നമ്മൾ സോളോ പീസ് ആണ്. ബാക്കിൽ നിന്ന് അടി കിട്ടിയപ്പോൾ ഒന്ന് സ്ക്രീൻ തിരിച്ചതാണ്. ഇവിടെ ഒരു എനിമി ലൂട്ട് എടുത്തോണ്ടിരിക്കുന്നു. അവനും ഒരു വൺ ടാപ്പ് കൊടുത്തു. കുറച്ച് മുമ്പ് ഐറിസ് ഇട്ട എനിമി ഇവിടെ ലൂട്ട് എടുത്തോണ്ടിരിക്കുവായിരുന്നു. അവനും ഒരു വൺ ടാപ്പ് കൊടുത്ത് അവനെയും ഡൗൺ ആക്കി. ഈ കില്ല് കൺഫേം ആക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സൈഡിൽ നിന്ന് ഒരു എനിമി നല്ല ഹിറ്റ് തരുന്നത്. നമുക്ക് HP കുറച്ചേ ഉള്ളൂ. ഹെൽത്ത് ഫുൾ ആക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൽ ഷേപ്പിൽ ഒരു എനിമിനെ കാണുന്നത്. അവൻ ഈ സ്കോപ്പ് ഇട്ട് 2 ഹെഡ് കൊടുത്ത് അവനെയും കൂടെ ഡൗൺ ആക്കി. ഇനി പീക്ക് ഹൗസിന്റെ മേലെ എനിമീസ് ഒക്കെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവന്മാരെ അടിക്കണമെങ്കിൽ പോർട്ടൽ വേണം. ഈ സമയം കൊണ്ട് നമ്മുടെ ടീം വെച്ച് നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് പോർട്ടൽ വാങ്ങിയിട്ട് പുറത്തിറങ്ങുമ്പോഴാണ് എനിക്ക് ബാക്കിൽ നിന്ന് അടി കിട്ടുന്നത്. പെട്ടെന്ന് ഒരു ഗ്ലൂ വാൾ ഇട്ടു. ആ എനിമി എന്റെ അടുത്തോട്ട് റഷ് ചെയ്ത് വന്നപ്പോൾ M10 കൊണ്ട് ഒരു വൺ ടാപ്പ് കൊടുത്തു. കില്ല് കൺഫേം ആക്കിയിട്ട് ഹെൽത്ത് ഫുൾ ആക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബാക്കിൽ നിന്ന് അടി കിട്ടുന്നത്. അവനാണെങ്കിൽ അവന്റെ ടീം വെച്ചിനെ റിവൈവ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അവനെ കൂടെ ഒരു ഡ്രാഗൺ ഷോട്ട് അടിച്ച് അവന്റെ ടീമും കൂടെ അങ്ങ് വൈപ്പാക്കി. ആ കില്ല് കൺഫേം ആക്കിയത് എനിക്ക് ബാക്കിൽ നിന്ന് വീണ്ടും അടി കിട്ടി. ഞാൻ കവറൊക്കെ എടുത്ത് അവനെ അടിക്കാൻ നോക്കി. പക്ഷെ അവനാണെങ്കിൽ ചാടി നമ്മളെ അടിച്ച് ഡൗൺ ആക്കി.